ഈ ടയറിൽ എഴുതിയിരിക്കുന്നതുണ്ടോ ട്യൂബ്ലെസ് എന്ന്? അതേപോലെ ഈ ടയറിൽ എഴുതിയിരിക്കുന്നതുണ്ടോ ട്യൂബ്ലെസ് എന്ന്? ഈ ട്യൂബ്ലെസ് എന്ന് എഴുതിയിരിക്കുന്നതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്യൂബ് ഇല്ലാതെയും ഈ ടയർ ഉപയോഗിക്കാൻ പറ്റും. അപ്പം ഈ പഴയ വണ്ടികളിലൊക്കെ ഇതേപോലത്തെ ട്യൂബായിരുന്നു ഈ ടയറുകളുടെ ഉള്ളിലിരുന്നത്. ഇതേപോലെ ടയറുകൾക്കുള്ളിൽ പണ്ട് ട്യൂബുകളായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇറങ്ങുന്ന വണ്ടികളെല്ലാം ട്യൂബ്ലെസ് ആണ്. ട്യൂബ്ലെസ് ടയറുള്ള വണ്ടികളുടെ വീൽ ഡിസ്ക് നോക്കിയാൽ ഇതുപോലെ സൈഡും ഫുള്ള് സീൽഡ് ആയിരിക്കും. അതല്ലാതെ കാറ്റടിക്കുന്ന സ്ഥലവും നല്ലപോലെ സീൽഡ് ആയിരിക്കും. വീൽ ഡിസ്കും ടയറും തമ്മിൽ ഒരു ഗ്യാപ്പും കാണത്തില്ല. ഇപ്പോഴത്തെ വണ്ടികൾ എന്തുകൊണ്ടാണ് ട്യൂബ്ലെസ് ടയർ ചൂസ് ചെയ്യുന്നത്? ട്യൂബ്ലെസ്സിൻ്റെ ഒരു ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ വണ്ടികളുടെ ട്യൂബുള്ള വണ്ടികളുടെ കൂട്ട് പൊട്ടത്തില്ല. ഇപ്പം ഒരു ആണി കൊണ്ടാൽ തന്നെ കാറ്റ് പൊക്കോണ്ടിരിക്കത്തേ ഉള്ളൂ, പൊട്ടത്തില്ല. അപ്പം നിങ്ങൾ കുറച്ചൊന്ന് പോയി നിൽക്കുമ്പോഴായിരിക്കും അറിയുന്നത് കാറ്റ് പോയെന്ന്. പക്ഷെ അല്ലാതെ മറ്റേതിൻ്റെ കൂട്ട് പൊട്ടി നമ്മളെ വണ്ടിയുടെ കൺട്രോളൊന്നും പോകത്തൊന്നുമില്ല. അതൊരു വലിയ അഡ്വാൻറ്റേജ് ആണ്. അത് കാരണമാണ് ഇപ്പോഴത്തേക്ക് ഷിഫ്റ്റ് ആവുന്നത്. പിന്നെ ഈ സൂചി പഞ്ചറൊക്കെ ഉണ്ടാവാറുണ്ടല്ലോ. ഈ സൂചി പഞ്ചർ ട്യൂബിലുണ്ടായാലും വലിയ പൊട്ടിയൊന്നും തെറിക്കത്തില്ല, പക്ഷെ കാറ്റ് പോകും. പക്ഷെ അതേസമയം ഈ സൂചി പഞ്ചർ ഇതേപോലത്തെ ട്യൂബ്ലെസ് ടയറിൽ പറ്റുവാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, അതിനകത്ത് ചെറിയൊരു ലെയർ കാരണം അത് ആ ഒരു പ്രഷർ, ആ ഒരു കാറ്റ് പോകുന്ന പ്രഷർ കാരണം ഈ ഒരു റബ്ബറെല്ലാം കൂടെ അങ്ങ് അടഞ്ഞിരിക്കും. അല്ലെങ്കിൽ അതിനകത്തൊരു ലിക്വിഡ് ഉണ്ട്, അതെല്ലാം കൂടെ ചേർന്ന് ആ കിഴുത്തെ അങ്ങ് അടയും. അപ്പോൾ സൂചി പഞ്ചറൊക്കെ വരത്തില്ല ഇങ്ങനത്തെ ആണെന്നുണ്ടെങ്കിൽ. അത്യാവശ്യം വലിയ കിഴുത്തയാണെന്നുണ്ടെങ്കിൽ കാറ്റ് പോവും, പക്ഷെ എന്നാലും ട്യൂബ്ലെസ് ഓടിക്കാൻ പറ്റും കുറച്ചുകൂടെ ദൂരത്തേക്ക്. അപ്പോൾ അതാണ് ട്യൂബ്ലെസ്സിൻ്റെ ഗുണം. അതാണ് എല്ലാം ഇപ്പോൾ ഇറങ്ങുന്ന വണ്ടികളെല്ലാം ട്യൂബ്ലെസ്.